അഫ്സൽ സൗണ്ട് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റെയിഞ്ചറിൻ്റെ SM800E പറഞ്ഞ ഈ ഒരു മിക്സർ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 500-8 റേഞ്ചിൽ വില വരുന്ന ഒരു മിക്സറാണ്. പിന്നെ സ്റ്റെയിഞ്ചറിൻ്റെ മിക്സർ തന്നെയാണ്. സ്റ്റെയിഞ്ചറിൻ്റെ നമ്മൾ സാധാ മോഡൽ ഫേഡറില്ലാത്തൊരു മോഡൽ മിക്സർ നമ്മൾ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു മിക്സർ ഫേഡറൊക്കെ അല്ലേ ഹെഡ്സെറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഡിലേ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇതിലൊരു ബ്ലൂടൂത്തും വരുന്നുണ്ട്. ഏകദേശം ഒരു 500-8 ആ റേഞ്ചിലൊക്കെയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് ഒരു വീഡിയോ ഇടുന്ന ടൈമിലുള്ള റേറ്റാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റെയിഞ്ചറിൻ്റെ SM800E പറഞ്ഞ മിക്സറിൻ്റെ നമ്മൾ ആദ്യം നോക്കി കഴിഞ്ഞാൽ ഇതിന് 8 ചാനലായിട്ടാണ് ഈ മിക്സറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് 4 ഔട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും 4 എണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ലെഫ്റ്റും 2 റൈറ്റും. മിക്സറിൻ്റെ ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൈക്ക് കണക്ട് ചെയ്യാനുള്ളത്, മൈക്ക് കണക്ട് ചെയ്യാനുള്ള ജാക്ക് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലൈന് ഇൻപുട്ട്, മേലെ മൈക്ക് ഇൻപുട്ട്, രണ്ടാമത് ലൈൻ ഇൻപുട്ട്. ലൈൻ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ പിന്നെ മൊബൈലിൻ്റെ കേബിൾ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ കീബോർഡ്, ഗിറ്റാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനായിട്ട് ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ ചാനലും 1 മുതൽ 8 വരെയുള്ള എല്ലാ ചാനലിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ പീക്ക് ഇൻഡിക്കേഷൻ. ഇപ്പോൾ വരുന്ന ഇൻപുട്ട് ഇതിൽ വരുന്ന നമ്മൾ ഈ ഒരു മൈക്കിൽ അല്ലെങ്കിൽ ലൈനിൽ കണക്ട് ചെയ്ത വരുന്ന സിഗ്നൽ പീക്കായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇൻഡിക്കേഷൻ റെഡ് കളറിലെ ഇൻഡിക്കേഷൻ കത്തിന് കാണാം. ഇപ്പോൾ നമ്മൾ ഗെയിന് കുറച്ച് കൊടുക്കുക. ഇവിടെ പീക്കാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിന് കുറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഈ ഇൻപുട്ട് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഗെയിൻ എന്ന സംഭവം. അപ്പോൾ ഈ ഒരു പീക്കാണ് ഇൻഡിക്കേഷൻ കത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗെയിന് എന്ന കൺട്രോൾ നമ്മൾ കുറച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം ഒരു മീഡിയം ലെവലിൽ ഒരു പകുതിയൊക്കെ ലെവലിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ടും ഇത് ഇൻഡിക്കേഷന് കത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കും. ഓവറായിട്ട് ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് ഓവറാണെന്നല്ല മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുന്ന ലെവൽ കുറവാണെങ്കിൽ നമുക്ക് ഗെയിന് കൂട്ടി കൊടുക്കുകയും ചെയ്യാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ലോൻ്റെ കൺട്രോള്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ് കൂട്ടാൽ, നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് എപ്പോഴും കൂട്ടൽ വരിക. ബാസ് കൂട്ടാലെ കൺട്രോള്. പിന്നെ മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാസിൻ്റെ ട്രബിളിൻ്റെ അടിയിൽ, നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ബാസും ട്രബിളിൻ്റെ അടിയിൽ ഒരു സൗണ്ടൊക്കെ ഒന്നുകൂടെ വ്യക്തത കിട്ടാൻ, ഒരു മിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൂട്ടി കൊടുത്താൽ. ഇത് ഓവറായി കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പകുതി അല്ലെങ്കിൽ ഒരു പകുതിയാറെ കുറച്ച് വെക്കുക. ഈ ലെവലിലൊക്കെ മതിയാവും. പിന്നെ വരുന്നത് ഹൈൻ്റെ കൺട്രോൾ. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൻ മനസ്സിലാക്കി ട്രബിൾ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കൺട്രോളായിട്ടാണ് വരുന്നത്. നമ്മളൊരു പകുതിയോ അല്ലെങ്കിൽ പകുതിയേറെ കുറച്ച് കൂട്ടി വെച്ചാൽ ഒന്നുകൂടെ സൗണ്ട് വ്യക്തത കിട്ടും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പാൻ്റെ കൺട്രോള്. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഡിസൈൻ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഔട്ടിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 2 ലെഫ്റ്റും 2 റൈറ്റും ആണ് ഉള്ളത്. നമ്മളിപ്പോൾ ലെഫ്റ്റിൽ ഒരു സൈഡത്തെ സ്പീക്കർ 2 സ്പീക്കർ വെച്ച് ഒരു സ്റ്റേജിന് മുമ്പിൽ 2 സ്പീക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ആംപ്ലിഫയർക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് കൊണ്ടിരിക്കുന്നിടയിൽ നമുക്കിങ്ങനെ ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോബ് ഉണ്ടല്ലോ, ഈ പാനിലെ നോബ് ലെഫ്റ്റിൽ ഇരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്പീക്കറിൽ മാത്രം കേൾക്കുക. ഇത് റൈറ്റിൽ ഇരിച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ സ്പീക്കർ മാത്രം കേൾക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ FXൻ്റെ കൺട്രോൾ. ഇപ്പോൾ ഡിലേ FX എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലേ എക്കോ എന്നൊക്കെ പറയില്ല, അതിൻ്റെ കൺട്രോളാണ് വരുന്നത്. അത് എഡിറ്റ് ചെയ്യാനുള്ളതും ടൈമിങ് ഫീഡ്ബാക്കിൻ്റെ സെക്ഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഫേഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൻ്റെ മാസ്റ്റർ. ഇപ്പോൾ ഇതിൽ വരുന്ന ഇൻപുട്ടിൻ്റെ കൺട്രോൾ ഗെയിനാണ് വരിക. നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ചാനലിൻ്റെ മാസ്റ്ററാണ് ഈ ഫേഡർ കൺട്രോൾ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ഒരു 1ാമത്തെ ചാനൽ എങ്ങനെയാണ് പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് ബാക്കി 8 വരെ ഉള്ളതും വരുന്നത്. ഇതിപ്പോൾ നമ്മൾ 1ാമത്തെ ചാനലിൻ്റെ അതിൻ്റെ തൊട്ട് താഴേക്കുള്ളത്, അതുപോലെ ഇത് 2ാമത്തെ ചാനലിൻ്റെത്, ഇത് 3ാമത്തെ. ഈ ഒരു കോളത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വരുന്നത് പിന്നെ ഇതിൽ നോക്കാനുള്ളത് ഉണ്ട്. ഇവിടെ 1 മുതൽ 6 വരെ എന്നുള്ളത് കാണാം. പിന്നെ ഇവിടെ ABTL 8 BT6 എന്ന് കാണാം. നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ബ്ലൂടൂത്ത് BT ഓൺ എന്നുള്ളൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ BT ഓൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ വരുന്നത് ഇവിടെയാണ്. അത് ലെഫ്റ്റും റൈറ്റും, അതാണ് BTL. ഇത് ലെഫ്റ്റ് കൺട്രോളും BT6 എന്നുള്ളത് റൈറ്റ് കൺട്രോളായിട്ട്. ഇത് സ്റ്റീരിയോ ചാനലായിട്ട് നമുക്ക് കൺട്രോൾ കിട്ടുക. ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ച് പ്രസ് ചെയ്യാൻ സിംഗിളായിട്ട് നമുക്ക് സാധാരണ ചാനൽ പോലെ ഉപയോഗിക്കുന്ന പോലെ മൈക്ക് ചാനലായിട്ടോ അല്ലെങ്കിൽ കീബോർഡ് മൊബൈൽ കൺട്രോൾ ചെയ്യണ പാട്ട് വെക്കാനുള്ള ഇതൊക്കെ ആയിട്ട് ചാനൽ നമുക്ക് സെപ്പറേറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഇതായിട്ട് അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ഔട്ട് 4 വരുന്നത്. അതിൽ 2 ലെഫ്റ്റ് 2 റൈറ്റ്. പിന്നെ ഇവിടെ സെൻഡ് റിട്ടേൺ. ഇപ്പോൾ നമ്മൾ സെൻഡ് റിട്ടേൺ നമുക്ക് വേറെ എക്സ്റ്റേണൽ ഇതിലെ ഡീല നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഡീല ഇപ്പോൾ ഒരു DD3ൻ്റെ ഡീല നമ്മൾ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീല കണക്ട് ചെയ്യാനുള്ള 2 അതിൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇൻപുട്ട് സെൻഡ് ഔട്ട് ആയിട്ടാണ് വരിക. പിന്നെ നമ്മൾ മെയിൻ എല്ലാവരുടെ ലെഫ്റ്റിൻ്റെ ഇൻഡിക്കേഷന് റൈറ്റ് ഇൻഡിക്കേഷന് ഇവിടെ അതിൻ്റെ DB ഇവിടെ മെൻഷൻ ചെയ്തും കാണാം. പിന്നെ സ്റ്റേഞ്ചർ ഈ ഒരു മിക്സറിൻ്റെ ബ്രാൻഡ് നെയിം ഇവിടെ ബാഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ മാസ്റ്റർ ലെഫ്റ്റ് റൈറ്റ് 2 മാസ്റ്റർ കൺട്രോൾ. നമ്മൾ ഈ ഒരു മിക്സറിൻ്റെ മെയിൻ ഔട്ട് നമ്മൾ ആംപ്ലിഫയർക്ക് കൊടുക്കണ ആ ഔട്ടിൻ്റെ കൺട്രോളായിട്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് 2 കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ഹെഡ്ഫോൺ ഔട്ട്. ഇവിടെ നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ജാക്ക് പോർട്ട് ഇവിടെ കാണാം. ഇതിൽ നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കൺട്രോൾ ഇതിൻ്റെ തൊട്ട് മേലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ BT ഓണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 7ഉം 8ഉം സെലക്ട് ചെയ്യാനുള്ള അതിൻ്റെ സ്വിച്ചാണ് കൊടുത്തുള്ളത്. പിന്നെ ഒരു പവർ എന്ന് എഴുതി കാണാം. പവറിൻ്റെ ഒരു ഇൻഡിക്കേഷനും നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറിൽ ഇതിൻ്റെ തൊട്ട് മേലുള്ള ഇൻഡിക്കേഷന് നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഡിലേ ടൈമിങ് ഫീഡ്ബാക്ക് എഫക്റ്റ് മാസ്റ്റർ നമ്മൾ ഓരോ ചാനലിലും ഡിലേ എഫക്റ്റ് അതുപോലെ തന്നെ എക്കോ എന്നൊക്കെ പറയില്ലേ ആ സംഭവം തന്നെയാണ് ഈ നീല നിറത്തിൽ വരുന്നത്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ്റ്റർ ഇവിടെ നമ്മൾ കൂട്ടി വെക്കണം. ഇതിൻ്റെ മെയിൻ മാസ്റ്റർ ഈ ഒരു ഡിലേൻ്റെ മെയിൻ മാസ്റ്റർ വരുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള 2 നോബ്, ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് ടൈമിങ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എത്ര പ്രാവശ്യം വരണം എന്നുള്ളതാണ് ഫീഡ്ബാക്ക്. ഇപ്പോൾ ഒരു ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 3 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഹലോ ഹലോ ഹലോ. പിന്നെ അത് നമുക്ക് ടൈമിങ്. ഇപ്പോൾ നമ്മളൊരു ബുർദാണ് ഈ ഒരു മിക്സർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹലോ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹലോ കുറച്ച് ടൈം ലെങ്ത്ത് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹലോ 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 അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലേൻ്റെ ടൈമിങ് കൂട്ടിയേക്കണം. ഇനി അതിലൊരു സ്പീച്ചാണെന്നുണ്ടെങ്കിൽ ഹലോ ഹലോ എന്നാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് നമുക്ക് വെച്ചാൽ ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലെഫ്റ്റോ റൈറ്റോ അതിലേക്ക് തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് കൂട്ടിന് കുറക്കുന്ന പറയുമ്പോൾ ഇനി വലത്തേക്ക് തിരിച്ചിട്ട് കുറേ ആണല്ലോ എന്ന് പറഞ്ഞ സംശയം വരണ്ട. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു തന്നോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മിക്സറിനെ പറ്റി പരിചയപ്പെടുത്താനുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ വെക്കേണ്ട രൂപം ഒന്ന് കാണിച്ചു തരാം. കാരണം ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് യൂട്യൂബ് കണ്ടുകൊണ്ട് എങ്ങനെയാണ് മാസ്റ്റർ വെക്കേണ്ടതൊക്കെ. ഒരു ഏകദേശം ഇതൊരു 3/4 ഭാഗമൊക്കെ വേണമെങ്കിൽ വെക്കാം. പിന്നെ ഡിലെൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ ഇതിൽ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് ഓണാക്കി ഞാൻ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നില്ല. ഗെയിൻ കൺട്രോൾ ഒരു പകുതി വെക്കുക. പിന്നെ ലോൻ്റെ ഒരു പകുതിൻ്റെ അടുത്ത് വെക്കുക. മിഡ് ഇതിൻ്റെ പകുതിൻ്റെ അടുത്ത്, ഹൈ പകുതിയേറെ കുറച്ച് കൂട്ടിയിടാം. കാൻ കൺട്രോൾ നേരാക്കിയിടാം. ഡിലേ ഒരു 1/4 ഭാഗമോ അതിലേറെ കുറച്ച് ഒന്നുകൂടെ ഡിലേ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുക. പിന്നെ ഈ മാസ്റ്റർ ഏകദേശം കയറ്റി വെക്കുക. ഇങ്ങനെ നോർമൽ രൂപത്തിൽ സെറ്റ് ചെയ്യുന്ന രൂപമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ബാക്കി നമുക്ക് വോളിയം ഇത് ഫുള്ള് കൂട്ടി നമുക്ക് വോളിയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഗെയിന് പകുതിയിലേറെ വീണ്ടും കൂട്ടി കൊടുത്താൽ മതി. ഈ ഗെയിന് കൂട്ടുമ്പോൾ ഇവിടെ ഈ റെഡ് കളറിലെ ഇൻഡിക്കേഷൻ കത്താണെന്നുണ്ടെങ്കിൽ അത് കുറക്കണം. ഇൻഡിക്കേഷൻ കത്താതെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിലേക്ക് വരുന്ന ആ ഒരു സിഗ്നൽ, ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഓവർ ആകുമ്പോഴാണ് ഈ ഒരു പീക്ക്, ഈ റെഡ് കളറിലെ ഇൻഡിക്കേഷൻ കത്താം. നമ്മൾ ഈ വരുന്ന ഇതന്നെ ഇത് പീക്കായി കഴിഞ്ഞാൽ നമ്മൾ സൗണ്ട് ഇനി ഇവിടെ എത്ര EQ ചെയ്തിട്ടും കാര്യമില്ല, ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാൻ ഇതുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഇതൊരു പകുതി ആക്കിയിട്ട് ഇത് വോളിയം കൂട്ടി വെക്കുക. എന്നിട്ടും ലെവൽ കമ്മിയാണെങ്കിൽ മാത്രം ഇത് കൂട്ടുക. പിന്നെ ഇത് മിക്സറിൻ്റെ മെയിൻ മാസ്റ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റി ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്. പിന്നെ വരുന്നത് ഇതിൻ്റെ പവർ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ഇവിടെ AC 17.5 വോൾട്ട് ഉണ്ട്. ഇവിടെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ഇതൊക്കെയാണ് മിക്സറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.